വളർത്തിയ ആരംഭപ്പൂവിതളല്ലേ, റസൂലവരല്ലേ, ആലങ്ങൾ കണ്ടൊരു മുല്ലേ, ആമീന ബീവി വളർത്തിയ ആരംഭപ്പൂവിതളല്ലേ. തിരുദൂതർ ഹബീബുള്ള ഖുറാഖിന്റെ ചിറകേറി 7 സമാവും താണ്ടി മുനാജാത്തോതി, അന്ന് അഹദിന്റെ വിളി കേട്ട് സലാം ചൊല്ലി, താരകങ്ങൾ സുറൂറാലെ ഒളി പകർന്നേ. നബിദിനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്, ഇനാഗുറേഷൻ കഴിച്ചത് റസൂലുള്ളാഹി തന്നെയാണ്. ഇത് പറയുമ്പോൾ പലർക്കും ചൊറിച്ചിലാണ്, അതെങ്ങനെയാണ് ആവുന്നതെന്ന്. ആദ്യമായി നബിതങ്ങളാണ് നബിദിനം കഴിച്ചത്. എങ്ങനെ? നബിതങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനായിട്ട് അല്ലാഹു തആല നബിതങ്ങളെ ഇറക്കിയല്ലോ, അതിന് സന്തോഷം ചെയ്തുകൊണ്ട്, അതിന് ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി സൂചകമായി നബിതങ്ങൾ ഒരു മൃഗത്തെ അറുത്തു വിതരണം ചെയ്തു. ബൈഹഖി തങ്ങളുടെ റിപ്പോർട്ടാണ്. ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റഹ്മത്തുല്ലിൽ ആലമീനായിട്ട് ഇറക്കിയതിൽ സന്തോഷിച്ചുകൊണ്ട് നബി തങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്തു. രണ്ടാമത്തെ അർത്ഥം, നമ്മുടെ മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിന് നബിദിനം സുന്നത്താണ് എന്നതും കൂടി ഇതിൽ നിന്ന് പാഠമുണ്ട്. പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. അല്ലാഹു റസൂൽ പഠിപ്പിച്ച ദീനല്ലാത്ത നിങ്ങൾ ആചരിക്കുന്നു. നബിദിനത്തിന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഹദീസിലുണ്ടോ? ഏതെങ്കിലും ഒരു ബാബിൽ നബിദിനത്തിന്റെ ഫളായിൽ പറയുന്ന ബാബുണ്ടോ ഹദീസ് ഗ്രന്ഥത്തില്? ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നോ? നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. കണ്ടോ, റസൂല് പറയുന്നെന്താ? സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിങ്ങളെ മോചിപ്പിക്കുന്ന എല്ലാം ഞാൻ പഠിപ്പിച്ചു. ഈ സുന്നികൾ എന്നെ തുറന്നു പറയാ, എന്ത്? നബിദിനത്തെ പറ്റി നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ 2 വാചകവും വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്ക്. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒക്കെ ഞാൻ പഠിപ്പിച്ചു, നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന ഒക്കെ പഠിപ്പിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് സുന്നികൾ പറയാ, എന്ത്? നബിദിനത്തെ കുറിച്ച് നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എന്ത് മനസ്സിലായി? ഇത് ബിദ്അത്തുൻ ഹസനത്തുൻ, നല്ല ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായതൊക്കെ മോശമാണെന്നാണോ? അല്ലല്ലോ. ബിദ്അത്തുൻ ഹസനത്തുണ്ട്, ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്. മോശപ്പെട്ട ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തില്ലേ? എന്താണ് ഇനി നിങ്ങൾക്ക് സംശയം? ഞാൻ അതൊന്ന് പറഞ്ഞുതരാണ്. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനില്ല. പക്ഷേ നബി തങ്ങൾ ചെയ്യാത്തതൊക്കെ ശിർക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. ഞാനൊരു സുന്നി ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഒരു സംശയം, ചോദ്യം, ഈ അടുത്ത് ഞാനൊരു സുന്നി പണ്ഡിതന്റെ പ്രസംഗം കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്നത്, മുജാഹിദ് ജമാഅത്ത് ആരോപിക്കുന്ന ബിദ്അത്തുകൾ, അതിൽ അദ്ദേഹം പറയുന്ന ഉദാഹരണത്തിന് മരണത്തിന് അന്നുള്ള ഖുർആൻ പാരായണമായാലും നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയായാലും നല്ല കാര്യമല്ലേ, അത് നല്ല ബിദ്അത്താണ് എന്നതാണ്. അപ്പോ ഇസ്ലാമിൽ അങ്ങനെ ഒരു നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത്, അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ നല്ലതായതുകൊണ്ട് അത് നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അത് ചെയ്യാൻ കഴിയോ എന്നുള്ളതാണ്. നല്ല ബിദ്അത്ത് എന്നത് ഇസ്ലാമിലുണ്ടോന്നാണ്? ഇല്ല. ബിദ്അത്തുകളെല്ലാം ചീത്തയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ് വകുല്ല ബിദ്അത്തിൻ ളലാല എന്ന ഹദീസ്. കാരണം അവിടുത്തെ ഖുതുബകളിൽ, അവിടുത്തെ പ്രസംഗങ്ങളിൽ, അവിടുത്തെ ഉപദേശങ്ങളിൽ എല്ലാം അവിടുന്ന് ആദ്യമായി പറയുമായിരുന്നു, ഏറ്റവും ഖൈറായ കലാം റബ്ബിന്റെ കലാമാണ്, ഖൈറായ സുന്നത്ത് നബിയുടെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ശർറായത് പിൽക്കാലത്ത് കടന്നുവരുന്ന ബിദ്അത്തുകളാണ്, ബിദ്അത്തുകളെല്ലാം വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പൊ ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും, 500ഓളം ജുമുഅക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. അവർ 1000 തവണയെങ്കിലും അവിടുന്ന് പറഞ്ഞ ഹദീസാണ് വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. ഒരിക്കൽ പോലും ചിലതൊഴികെ എന്നൊരു പരാമർശം അവിടെ നടത്തിയിട്ടില്ല. അത് എന്തിനാണ് എല്ലാ ഉപദേശങ്ങളിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചത്? അതിന്റെ ഗൗരവം തന്നെയാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
സുഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വഇൻ റആഹ അന്നാസു ഹസന, ജനങ്ങൾ അത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരി, നല്ലതാണ് എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടാലും ശരി, ബിദ്അത്താണോ വഴികേടാണ്. പിന്നെ ഭാഷാപരമായ ബിദ്അത്ത് ഉണ്ടാകും. ബിദ്അത്ത് എന്ന വാക്കിന് അറബി ഭാഷയിൽ മുമ്പില്ലാത്തത് എന്നേ അർത്ഥമുള്ളൂ. അത് ദീനിന്റെ കാര്യമല്ല, ഏതും. നമ്മുടെ നാട്ടിൽ ഈ റോഡ് ബിദ്അത്താണെന്ന് പറയാം. ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ റോഡില്ല, ഇടവഴിയായിരിക്കാം, പിന്നെ ഇത് റോഡായി മാറി, അതുകൊണ്ട് ബിദ്അത്ത് എന്ന് പറയാം. അതേപോലെ മൈക്ക് ബിദ്അത്താണ് എന്ന് പറയാം. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകൾ ബിദ്അത്താണ് എന്ന് പറയാം, അറബി ഭാഷ പ്രകാരം, മതത്തിലുള്ള ബിദ്അത്തല്ല. ആ ബിദ്അത്ത് പറയുമ്പോൾ നല്ലതും ചീത്തയും എന്നൊക്കെ പണ്ഡിതന്മാർ പറയാറുണ്ട്. കാരണം ചില ബിദ്അത്ത് നല്ലതുണ്ടാവും, ചില ബിദ്അത്ത് അതിലും ചീത്തയായതുണ്ടാകും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പള്ളികൾ, മദ്രസകൾ, അതൊക്കെ റസൂലുള്ളാഹിയുടെ കാലത്ത് ഓലയാണ്, ഈത്തപ്പനയുടെ ഓലയാണ്. ഇന്നത് കോൺക്രീറ്റായി, ഓടായി, അതേപോലെ മാർബിൾ വന്നു, ടൈല് വന്നു. ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയാം, എന്നാൽ നല്ല കാര്യമാണ്. എന്നാൽ മതത്തിലേക്ക് പുതിയ ആചാരം കയറി വരുന്നുവെങ്കിൽ അവിടെ നല്ലതും ചീത്തയും എന്ന് പണ്ഡിതന്മാർ ആരും എടുത്തു പറഞ്ഞിട്ടില്ല. ഏത് മുഫസ്സിറാണ് അതിൽ നബിദിനാഘോഷം ഹറാമാണെന്നോ കറാഹത്താണെന്നോ വിശദീകരിച്ചത്? എനിക്ക് അതാണ് കിട്ടേണ്ടത്. ഈ ആയത്ത് എവിടില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അള്ളാഹുവിന്റെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷം കഴിക്കുന്നത് ഹറാം ഇല്ല. സംശയമില്ല. കാരണം എന്താ? ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആഘോഷമില്ല. അതാണ് ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആഘോഷമില്ല. ഇപ്പൊ നിങ്ങൾ സക്കാഫിയാണെന്ന് ഖുർആൻ ഉണ്ടാവോ? ഇല്ലല്ലോ. എന്താ കാരണം? അന്ന സാധനം ഉണ്ടാ. എന്ത് പോയത്താ മുസ്ലിം ചോദിക്കുന്നത്? എന്ത് പോയത്താത്? ഖുർആൻ ഇറങ്ങി 630 കൊല്ലങ്ങളുടെ ഏർപ്പാടുണ്ടാവുന്നത്. ഈ ആയത്തുള്ള ഹറാം ഒഴിവാക്കുന്നുണ്ടോ? അല്ല ഹറാമായിട്ട് നേക്കുന്നതിനെ സംഗതിയാ. പന്നിമാംസം ഹറാമാണ്, അതിനെ ഒഴിവാക്കി. ശവം ഹറാമാണ്, അതിനെ ഒഴിവാക്കി. രക്തം ഹറാമ, അത് നിങ്ങൾ ഒഴിവാക്കി. അല്ലാഹുവല്ലാത്ത പേര് പ്രഖ്യാപിക്കപ്പെട്ട ബലിമൃഗം ഹറാമാണ്, ഒഴിവാക്കിയിട്ടുണ്ടോ? വ്യക്തമായ ആയത്ത. അല്ലാഹുവല്ലാത്ത പേര് നേർച്ച നേരപ്പെട്ടത്, അല്ലാഹുവല്ലാത്ത പേര് ബലിയെടുക്കപ്പെട്ടത് ഹറാമാണ് വ്യക്തമായിട്ട് പഠിച്ചത് ആയത്തിറക്കിയിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? ചോദ്യം കേട്ടാ വിചാരിക്കുക ഹറാം എന്ന ആയത്തുണ്ടായാൽ നിങ്ങൾ ഇപ്പൊ ഹറാം ഒഴിവാക്കുന്നു. എല്ലാ ഹറാമും മുഴുവൻ വാരിപ്പോൾ നടക്കും ചെയ്യാം, ഇല്ല ആയത്തുണ്ടോ ചോദിക്കും ചെയ്യാം. അവിടെ ആ ശൈലി മുസ്ലിയാരെ നല്ലതല്ല. ഹറാം എന്ന് പറഞ്ഞ് ഞാനല്ല, മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അല്ലാമ ഉമർ അൽ ഫാക്കിഹാനി അദ്ദേഹമാണ് പറഞ്ഞത്, വലം യബ്ഖ ഇല്ലാ അൻ യകുന മക്റൂഹൻ ഔ ഹറാമാ. ഒന്നുകിൽ കറാഹത്താകും, അല്ലെങ്കിൽ ഹറാമാകും. എന്തുകൊണ്ട്? ദീനിൽ ബിദ്അത്തുണ്ടാക്കലാണ്, അത് ഹറാമാണ് എന്ന ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നബി തങ്ങൾ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചു, മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. മൗലിദിനെ പറ്റി എന്താ പറഞ്ഞത്? ഖദ് ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഇന്ന അമദൽ മൗലിദി ഖദ് ഹദസ, അത് പുതുതായി ഉണ്ടായിരിക്കുന്നു. ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഹദീസിൽ കാണാം, മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. എത്ര വ്യക്തമാണ്? ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളണം ഹദീസിൽ. ഇത് പുതുതായി കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങളെ കിതാബിൽ. ഇത് എന്തായി അപ്പുറത്തെ ആവശ്യം? അതുകൊണ്ടാണ് അല്ലാമ ഫാക്കിഹാനി പറഞ്ഞത് ഇത് ഹറാം തന്നെ, അല്ലെങ്കിൽ കറാഹത്ത് തന്നെ. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد. പരലോകത്തേക്കാൾ ഇഹലോക ജീവിതത്തെ സ്നേഹിക്കുന്നവരാണവർ. ദൈവമാർഗത്തിൽ നിന്ന് ജനത്തെ തടഞ്ഞു നിർത്തുന്നവരും ദൈവമാർഗം വികലമാകണമെന്നാഗ്രഹിക്കുന്നവരുമാണ്. അവർ വഴികേടിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു.